Shambhavi put on her school uniform. ഒന്നും പഠിത്തമില്ല. അർജന്റീന തോറ്റതുകൊണ്ട് കരയാൻ സമയം കൊടുത്തേക്കും. പോയിട്ട് വരുമ്പോൾ സന്തോഷത്തോടെ എനിക്ക് വിളിക്കും. ഇന്ന് കുട്ടിക്കാനമായിരുന്നു ആദ്യം പറഞ്ഞിരുന്നത്, പിന്നെ പെട്ടെന്ന് കാഞ്ഞിരപ്പള്ളി ആക്കിയത്. എന്നാൽ പിന്നെ കാഞ്ഞിരപ്പള്ളി എനിക്ക് കാഞ്ഞിരപ്പള്ളി പോയേക്കാം. കുട്ടിക്കാനത്ത് ഇപ്പോൾ ഭയങ്കര തണുപ്പാണ്, ഒരു രക്ഷയില്ല. ഇന്നത്തെ കാലാവസ്ഥ എങ്ങനെ ആയിരിക്കുമോ എന്തോ. ഇന്നലെ കുറച്ച് വെയിലൊക്കെ ഉണ്ടായിരുന്നു. യെസ്, സവോള എത്ര? 3 കിലോയോ? 3 കിലോ 100 രൂപ ചേർന്നിരിക്കുക. വൈകിട്ടാനും മേടിക്കണം. ഹലോ, ഞാൻ കാഞ്ഞിരപ്പള്ളിക്കാ, അങ്ങനൊക്കെയല്ല. ഞാനും ബേബി. ഇന്ന് പിള്ളേരില്ലാത്തതുകൊണ്ട് സ്കൂൾ അവധിയായതുകൊണ്ട് വണ്ടിയെ വലിയ തിരക്കില്ല. ആരാടി ഇവിടെ രാവിലെ കടന്ന് കാറുന്നത്? ഒച്ചയില്ലെങ്കിൽ അതിനകത്ത് കയറണം. ആ, അക്കൗണ്ടിൽ കയറ്. ഏതിനാ ഒച്ചയില്ലാത്തേ? ആദ്യം എടുത്തേ. ഉണ്ട്, അതിനകത്ത് കയറ്. അമ്മ പറയട്ടെ. ആ കയറ്. അതിന് വല്ല മധുരം ഉണ്ടോ റിമോട്ട് നീ നക്കുന്നത്? കയറ അതിനകത്ത്. നോക്കിക്കോ, നീ ഇവിടെ കിടന്ന് അലറിയാണ്ടല്ലോ. മറ്റേ കൊക്കും പൂഞ്ചിറക് നാരായണി പഠിക്കാതിരിക്കുന്നതിന് ഒരു ചെറിയൊരു പരിപാടിയുണ്ട്. എന്നാടി പഠിച്ചേ? അമ്മയ്ക്ക് എന്ത് പറ്റി? സിന്ദൂര കാവടിയാട്ടം അങ്ങനല്ലേ? അമ്മ അവിടെ തന്നെ വെച്ച് ഞാൻ കണ്ടു. അതേടി, കടലിന്റെ കീഴെ കൊണ്ട് വീട് വെക്കുന്നതല്ല, അങ്ങനെയാണ് താമസിച്ചുകൊണ്ടിരുന്നത് പണ്ട് തൊട്ടേ. അറിയത്തില്ലയോ? ആ, പിന്നെ അങ്ങനല്ലേ അവരൊക്കെ താമസിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഇപ്പോഴാണോ അങ്ങനെ? പൊന്നെ, അമ്മ പോയിട്ട് വരട്ടെ. എടി, കൊച്ചിന്
ആഹാരം വേണമെന്ന് പറയുമ്പോൾ എടുത്തു കൊടുക്കണം. ഒന്ന്. രണ്ടാമത്തെ കാര്യം അതുമായിട്ട് വഴക്കുണ്ടാക്കിയാൽ കേട്ടല്ലോ. ആ പറഞ്ഞതെല്ലാം കേൾക്കുന്നുണ്ടല്ലോ. എന്താണെന്നെല്ലാം മനസ്സിലായി കാണുമെന്ന് തോന്നുന്നു. ഇങ്ങനെ വന്നേ. ഭയങ്കര ബുദ്ധിമുട്ടാണ് പുള്ളിക്കാരിക്ക് എണീക്കാനായിട്ട്. നാളെ എക്സാം ഉണ്ടെന്നോ പിന്നെ എന്തൊക്കെയോ സാധനങ്ങൾ എഴുതിക്കൊണ്ട് ചെല്ലണമെന്ന് പറഞ്ഞിട്ട് ടീച്ചർ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് അത് മനസ്സിലാക്കി പഠിക്കാൻ ശ്രമിച്ചാൽ ചേച്ചിക്ക് കൊള്ളാം. കൊള്ളാം. നിന്റെ ലിപ്സ്റ്റിക്ക് എനിക്കിത് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? ഉറങ്ങി എണീറ്റ് കണ്ണിന്റെ അകത്ത് എഴുതിയിട്ടില്ല. അതുകൊണ്ട് വെറുതെ അല്ല കഞ്ചടിച്ചത്. കഞ്ചാവ് അടിച്ചിട്ടുണ്ടോ നീ? പിന്നെ നീ കഞ്ചാവ് അടിച്ചവരെ കണ്ടിട്ടുണ്ടോ? സിനിമ കാണാം. അമ്മയുടെ ചുരിദാറിന് തന്നെ കുഴപ്പം? പറയുന്ന കേട്ടല്ലോ. മഹാറാണിയുടെ കൂട്. അമ്മയുടെ ഫോൺ എടുത്തോ? അമ്മയുടെ കുട എടുത്തോ? അമ്മയുടെ ഒന്നുമില്ല. അമ്മയുടെ കൊച്ചുമോളെ എടുത്തോണ്ട് പോവാൻ. അമ്മയുടെ കൊച്ചുമോളെയും കൂടെ എടുത്തോണ്ട് പോവാൻ. എന്നാടി എനിക്ക് ഞാൻ വരുന്നേ. എൻ്റെ മുറിഞ്ഞ കൈ. എൻ്റെ ഫോണിൽ നിന്നമ്മ പോകാം. പ്രിയദർശിനിക്കേ പോവുള്ളൂ. അമ്മയ്ക്ക് അവിടം വരെ അതാ നല്ലത്. അത് കായൽപ്പള്ളി വല്ല ഇറങ്ങുന്നുണ്ടോ? ആ മാങ്ങ. അവിടെ അങ്ങ് തേങ്ങ ഇല്ലേ? അമ്മ ഒറ്റ ബസ് ഇവിടുന്ന് പ്രിയദർശിനി കിട്ടുമല്ലോ, അതിനങ്ങ് പോയാൽ പോരാ. തേങ്ങ മാങ്ങ അങ്ങനെ പറഞ്ഞു. ഓ ഞാൻ ചെയ്തോളാം. പൊക്കോ പൊക്കോ. എന്തിനു തപ്പുന്നേ? ഓക്കെയാ സുന്ദരിയാ. സുന്ദരി നീയും സുന്ദര ഞാനും ചേർന്നിരുന്നാൽ തിരുവോ. ഇതിന് ഇന്നലെ സമയം കിട്ടിയില്ലല്ലോ. ചെറിയ പണിയൊന്നും അല്ല ഇനിയുള്ളത്. എല്ലാം വൃത്തിയാക്കി അവിടെ കുറേ എന്തൊക്കെയോ പരിപാടി ചെയ്യണം. അത് എന്താ അവിടെ കട്ടിത്തോ പിന്നെ ഏറുമാടത്തിലോ? ഓ അത് മതി. അതിൻ്റെ അതൊന്നും അല്ല, അല്ലാതെ വേറെ എന്തോ വയറിങ്ങും പരിപാടിയൊക്കെ ഉണ്ട്. ശ്യാമളമ്മ 3 കിലോ 100 രൂപ. കഴിഞ്ഞ ദിവസം ഞാൻ 4 കിലോയ്ക്കാണ് 100 രൂപ നീലം മാമ്പഴം മേടിച്ച്. ഇപ്പോൾ അത് 3 കിലോയ്ക്ക് 100 രൂപ. അമ്മ അത് 50 രൂപയ്ക്ക് മേടിക്കുക. അവിടം വരെ കൊണ്ടുപോകണ്ടേന്ന് ഓർത്ത്. പിന്നെ അവർ 2 പേരല്ലേ ഉള്ളൂ. മാരീതി മാമ്പഴം ഉണ്ട്. ചേച്ചാച്ചിന് ഭയങ്കര ഇഷ്ടമാണ്. അമ്പത് രൂപയ്ക്ക് പത്തനംതിട്ട പോന്നോ? പെണ്ണുങ്ങളൊക്കെ ഇപ്പോൾ ഉണ്ടല്ലോ. പ്രിയദർശിനിക്കല്ലാതെ വേറെ ഒരു ബസ്സിനും കയറത്തില്ല. ബുദ്ധിമുട്ട്. വാ നോക്കാം. ഇടമറ്റം കാലം പറയണോ അമ്മ? അമ്മ അങ്ങനെ ശ്യാമളമ്മയ്ക്ക് പൈക ബസ് കിട്ടി. പ്രിയദർശിനി. കയറി ഉടനെ ചേട്ടൻ ഞാൻ അവിടെ തോന്നി ഇടുമായിരിക്കും. പാലാ ബസ് ഇഷ്ടം പോലെ ഉണ്ട്.
പ്രിയദർശിനി പാല അതാ നടക്കുന്ന പൈക പാല. അതെനിക്ക് തോന്നുന്നു 1 മണിക്ക് വരികയും. അമ്മയ്ക്ക് സുഖ ചേച്ചി പറഞ്ഞല്ലേ, എനിക്കില്ലല്ലോ ഇത്. അതുകൊണ്ട് അവളല്ലേ പോയേ. ആന്നു ശ്യാമളമ്മ ഞാൻ പോവാണേ. ടാറ്റ. ശിവേ കമ്മലെന്തി ബേബി ആയിട്ട് തമ്മിത്തല്ലേ അടിപിടി ആണോ? അമ്മ പറഞ്ഞു കുടിച്ചവരെയും കുടിച്ചവരെ പോയിരിക്കാൻ. ശിവമ്മ എന്താ ശാംഭവി എന്തെങ്കിലും ചോദിച്ചേ? ഗൗരിയുടെ അമ്മയെ കണ്ടപ്പോ ഗൗരി എന്തെങ്കിലും ചോദിച്ചില്ലേ? ശാംഭവി എന്തെങ്കിലും ചോദിക്കും. ഗൗരിയോ? ചോദിച്ചേ ശാംഭവി ശാംഭവി എന്ത് ചെയ്യുന്നു? അവൾക്ക് ഓർമ്മയില്ലായിരിക്കും. ശാംഭവിന്റെ ഓർമ്മയില്ല. ശംഭുവിനെ അറിയാവോ? എന്നെ അറിയാവോ? അപ്പനെ അറിയത്തില്ലേ? അറിയാമല്ലോ. അറിയും. നാരായണ ചേച്ചി അറിയാമല്ലോ. വീട്ടില് മുണ്ടൊക്കെ അവിടെ വീട്ടില് കൊടുത്തിട്ടാണോ? മറ്റവളെ കൊണ്ടാ നീ വന്നേ? അവളെ കൊണ്ട് നിനക്ക് എന്നെ അറിയാമായിരിക്കും. പള്ളിക്കട ഈ ഇവിടെ ഈ പച്ചക്കറി കഴിയുമ്പോൾ താഴെ മഞ്ജുന്റെ റീലരാ പിന്നെ ഞാൻ കാണുന്നുണ്ട്. കൊച്ചിന്റെ നീ എന്നെ ഫോളോ ചെയ്തിട്ടില്ല. കൊച്ചിനെ ഫോളോ ചെയ്തു. പാട്ട് എല്ലാരും തിരക്കിലാണ്, ഫോണിലാന്ന് മാത്രം. മഴ ഉച്ചകഴിഞ്ഞൊരു മഴ. പെട്ടെന്ന് മാറിയില്ല. ചൈനക്കാരിയാക്കണം. എനിക്ക് അങ്ങോട്ട് ചൈനക്കാരിയെ പോലെ ആക്കണം എന്നെ. ഇല്ലേ ഒരു ചെറിയ എടുക്കാനുള്ള അവനവന്റെ കൈക്ക്. ഉണ്ണിയുടെ കൈ ചെറുതാണ്. ഉണ്ണി അതിനുള്ളത് കണ്ടു കളിക്കും. ഇവളെന്റെ തലമുടി താജ്മഹൽ പണിതോണ്ടിരിക്കുക. ഞങ്ങൾ സ്വന്തം ലിബിന വരുന്നുണ്ട്. തിരിയട്ടെ ഞാൻ അമ്മ ഇത് തിരിയത്തില്ലത്. എന്നതാണ് നീ തന്നെ ഈ സമയത്ത്? പിന്നെ ഈ സമയത്ത് എന്താണ് നിർത്ത? ഇവളത് കാണാൻ പറ്റുന്നില്ലോ. ഇവളത് കാണത്തില്ല. അയ്യോ എന്റെ കൊച്ച് എന്തിനു കൊച്ചെന്തേടി? ഇവരെ കണ്ടപ്പോഴേക്ക് മനസ്സിലായി നിങ്ങളുണ്ടെന്ന് ഇവിടെ. നിന്നുണ്ടെന്ന് എന്താ
ഇപ്പോൾ എൻ്റെ തലമുടിയിൽ വന്ന് പഠിക്കുന്നതാണ്. ഞാൻ പണി കഴിഞ്ഞോ എല്ലാത്തിനും? ഓ, ഞാൻ അവിടെ ഒന്ന് ഇറങ്ങണ്ടേ? അവിടെ ഒന്ന് ചുമ്മാ ഇറങ്ങണ്ടേ? കവിത ടിക്കറ്റ് എടുക്കുമെന്ന് ചോദിക്കാം. കവിത ഇവിടെ ഇപ്പം ഉണ്ട്. ജനിച്ചതാണോ? ഇവിടെ വന്നാൽ കഴിക്കാമല്ലോ നീ അത്. സ്വന്തം യൂട്യൂബർ ലിബിന മാത്യു. ലിബിനയുടെ പിന്നെ വെയിറ്റ് കൂട്ടാനായിരുന്നു. കുറഞ്ഞെല്ലാരും പറഞ്ഞു. ആ മെലിയുന്ന ചിലരുടെ അങ്ങനെ വരും. പക്ഷെ ഇവിടെ മറ്റേ കൂട്ടി യോഗ ചെയ്യണം, ഫേസ് യോഗ. മുഖത്തിന്റെ ഷേപ്പ് അതുപോലെ നിർത്തിയിട്ട് ബോഡി. അപ്പം ഇത് ചേച്ചിയുടെ മുഖം നമ്മള് തലയ്ക്ക് വെക്കുന്നു. ആര് തലയ്ക്ക് വെക്കുന്നു? അവൻ തല ചൊറിഞ്ഞു നടക്കുന്നു. നോക്കുന്നു, ചൊറിഞ്ഞു നടക്കുന്നു. എല്ലാവരോടും ടാറ്റ. ഇനി കാണാം ഇവിടെ വരുമ്പോ. ഇനി എന്നാ വിളിച്ചാൽ മതി, ഞാൻ അതിലേ നോക്കിയേക്കാം. യെസ്, ഓക്കെ. ചെയ്ത് പഠിക്കട്ടാ. എന്താണോ കല്യാണോ? ഓക്കെ ഓക്കെ, ടാറ്റ. ഇടയ്ക്ക് ഇങ്ങോട്ട് ഇറങ്ങടി, ഇങ്ങോട്ട്. കലീമിനോട് പറഞ്ഞ കലീം ഫ്രീ ഓഫ് കോസ്റ്റ് അല്ലേ? ഉയ്യോ, ഞാൻ ചോദിക്കാതെ ആർക്കിന്റെ മനസ്സിൽ അറിയാവുന്ന ചോദിക്കാറുണ്ട്. ആ അതാണ് ശരി. പല്ലുവനാണ്, പല്ലുവനാണ്. എന്നാ നീ യൂണിഫോം മാറ്റിയേ? അതുകൊണ്ട് അവൻ പറ്റിയല്ലോ ഇവിടെ. പിന്നെ യൂണിഫോം ഒന്നും ഇല്ലാതിരിക്കാൻ പറ്റത്തില്ല കേട്ടോ. എന്നാ ഇത് പറിച്ചു കളാം. ഈ ഒരെണ്ണം ഇങ്ങോട്ടാ, ഞാൻ പറിച്ചു തരാം. ഒരെണ്ണം മാത്രം. ഇത് കണ്ടോ ചേച്ചി? ഒരെണ്ണം മാത്രം. ചേച്ചിക്ക് സെൽഫി ക്യാമറ ഇഷ്ടം. നോക്കട്ടെ. ഒന്ന് പോ, കാല് പിടിക്കാ.
ഞാൻ സമ്മതിക്കത്തില്ല. ഞാൻ സമ്മതിക്കത്തില്ല. ഞാൻ സമ്മതിക്കത്തില്ല. ഇത് കണ്ടോ ചേച്ചി? ഇത് കൊള്ളത്തില്ല. എന്താ കഷ്ടത്? പോ കഷ്ട മാറ്റം കോട്ടെ ചേച്ചിയെ ഒരു കുഴപ്പമില്ല. ഞാൻ 2 മിനിറ്റ് എനിക്ക് റെസ്റ്റ് താ. ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇവരൊക്കെ കേക്ക് 1 മിനിറ്റ് 2 മിനിറ്റ് 1 മിനിറ്റ്. മേക്ക് ഓവർ ബൈ ജയപ്രഭ. ഞാൻ നല്ല വെളുത്തിരിക്കും. എന്നാ പറയാനുണ്ടെന്ന് പറഞ്ഞേ? നിങ്ങൾ ഇതെല്ലാം റെക്കോർഡ് ചെയ്തിട്ട് എന്നെ കോമാളിയാക്കരുത്. നിങ്ങളെല്ലാരും കൂടെ എന്റെ ചുറ്റാറ് കഴിക്കാൻ നോക്കിയിട്ട് എന്തൊക്കെയാണ്ടി എന്ത് ചെയ്യാൻ? നീ കണ്ടായിരുന്നോ? ഏതാടി? ചെയ്ത് നീ കണ്ടോ? ഇല്ല. അതെ അതൊക്കെ അമ്മ വിളിച്ച് പൈസ ചേച്ചി നോക്ക് ചേച്ചി. അടിപൊളി. ആ ഹെയർ കളറോടെ നീ പഠിച്ചില്ലല്ലോ. എന്നെ ഇങ്ങനെ ആശയിക്കൊന്നും വേണ്ട കേട്ടോ. അവിടെ ഇരുന്നേ ഇങ്ങോട്ട് ചാടി ഇരി. മുടി ഇങ്ങോട്ട് നീയല്ലേ പറഞ്ഞ മേടിച്ചത്? പിന്നെ അതൊക്കെ ചെയ്യാം. ഇതൊരു 10 രൂപ അമ്മയ്ക്ക് എടുത്തുകൊണ്ട് അത്യാവശ്യമായിട്ട് കൊടുക്കണമെന്ന്. ഇവിടെ താഴെ ATM ഇല്ലേ? എന്റെ ഭഗവാനെ എന്തേലും വഴി കാണിച്ചു തന്നെ. മതി മതി. എന്റെ വായില്ലേ? ആ അത് പോയില്ലേ? ഇതെവിടെ ഇരിക്കുന്നു? ഇത് കണ്ടോ? JB വന്ന് നിന്നിട്ട് ഇതെടുക്കുക. ഞാൻ എന്ത് ചെയ്യുന്നെന്ന് നോക്കുക. കണ്ടോ മീരെ
സുന്ദരിയായോ? അതിന്റെ എടുക്ക. അതാണെങ്കിൽ വല്ല പഞ്ചായത്ത് ചേച്ചി കൂടെ നോക്ക്. ഞാൻ നല്ല മുടിയാ. എനിക്ക് പെർമനന്റ് ചെയ്യണ്ടി. ചേട്ടാ നീ വേറെ ഓടി ചേട്ടായിയൊക്കെ എടുത്ത് നമ്മള് വെളിയിൽ കളയണം. അവന്റെ എടുക്ക. അവൻ സുന്ദരനാണ്. അവന്റെ എടുക്ക. എന്റെ വീഡിയോ എടുക്ക. ഏതാ? അതിന്റെ കമ്മലും മാലയും എല്ലാം ഉണ്ട്. എനിക്ക് വേണ്ടി എടുത്ത കാണിക്കണം എന്താന്ന് കാണിക്കും. ഒരു പിള്ളേർ കൊടുക്കാതിരിക്കുന്നത് കൊടുക്കും. പക്ഷേ ചോക്ലേറ്റിനുള്ള സാധനം കണ്ടു കഴിഞ്ഞാൽ കൊടുക്കത്തില്ല. കൊടുക്കും. അതെന്താ പിള്ളേര് ചോദിച്ചാ? ചുമ്മാ പറഞ്ഞാ കൊടുക്കുകയൊക്കെ ചെയ്യും. പക്ഷെ പിള്ളേർക്ക് കൊടുക്കരുത്. ഞാനാണിത് കഴിക്കേണ്ടത്. കൊടുക്കുകയൊക്കെ ചെയ്യും. പാട്ട് കുറവായിരിക്കും. ഇന്ന് കുടുംബം ആരെങ്കിലും തെളിച്ചാൽ ചേച്ചിക്ക് അറിയാം ഇയാളെ. ലാഫിയറ സലൂണില് ഇത് മുടി സെറ്റല്ലേ? കുളിക്കണ്ട കേട്ടോ. മാറ്റിയിട്ടുണ്ടായിരുന്നോ? അതിട്ടാൽ എങ്ങോട്ട് ഇടുന്നേ? പോയില്ലേ? ചാമമ്മയ്ക്ക് നേരെ പാല. എനിക്കെന്താ ചൊടിപ്പൈപ്പ് നമ്മൾ പോയാലല്ല. 2 അക്കൗണ്ട് എങ്ങനെ ഒരു ബാങ്കില് എന്തൊക്കെ ബസ് കയറണോ? ഉണ്ടായി കാണും. കൊടുക്കത്തില്ല. പക്ഷെ 2 പ്രാവശ്യം പോയിട്ടുണ്ട്. తెలంగాణ వెల్లింగాల వింజమైన బాణాల పట్టిస్తున్నాం. ഓടി പണിക്ക് പോയാ? ഒരേ സ്റ്റാറ്റസ് ആയിട്ട് നിൽക്കാൻ പറ്റിയല്ല. നിനക്ക് എന്നാടാ? அப்படி நல்லா இருக்கியா? நல்லா இருக்கப்பா, நல்லா இருக்கேன். ஊருக்கெல்லாம் போகலையா? ஃபர்ஸ்ட் வாட்டியா தமிழாச்சு பேசுறியே?
ஊருக்கெல்லாம் போகலையா? ഞാൻ എങ്ങനെ അവിടെ നിന്ന് പോവാനാ? நம்ம அந்த பழைய வீடு அங்கே இருக்கே இப்போ. അവിടെ നഷ്ടപ്പെട്ടതാ ഞാൻ. இந்த பழைய நிலம் இருக்கு இல்லையா? ஃபர்ஸ்ட் டைம் அம்மா வந்தேன். அந்த வீடு இருக்கா? അതാ എൻ്റെ തറവാട്. ஆ அது அப்படியே இருக்கா? ഇല്ല, அந்த വീട് വേറെ ആളുടെയാ. ആ കോഴിക്കടിക്ക് വന്നായിരുന്നല്ലേ? വാ അവിടെ വന്നിട്ട് ഞാൻ അവിടെ നിന്ന് റൂമൊക്കെ മേടിച്ചു. അതൊക്കെ അതല്ലേ நம்ம ஊருக்கு போயில்லையா? അതാ തറവാട്. സ്ഥലത്തിന്റെ പേരെന്നാ? കാഞ്ചീപുരം തെയ്യാറ്. பெரியார். அங்கே இப்போ வீடு இருக்கா? ஒரு நாள் போவாம். ഇതൊക്കെ ആൺമണി വെച്ചിരിക്കുവാണ്. ஆமாம். ഇതാ എന്നാണ് ഞാനൊക്കെ വേറെ രീതിയിൽ വർത്തം പറഞ്ഞിരിക്കുവാ. என்னுடைய நண்பன். ഇവൻ്റെ വീട്ടിൽ പോയി വിശന്ന് ഹോട്ടലിൽ കയറി ഞാൻ ചെല്ലുന്നത്. ഇവിടുന്ന് ഒരു ദിവസം ഞാനും മാത്തിയും കൂടെ. അന്നേരം ഇവരുടെ അവിടെ അങ്ങനെ പ്രത്യേകിച്ച് ഭക്ഷണമൊന്നും ഇല്ല. എന്നൊക്കെ ഒരുമാതിരി ഒരു ദാരിദ്ര്യാവസ്ഥയാണ് അവിടെയൊക്കെ. അവിടെ ഇവിടെ പക്ഷെ ഇവർക്കെല്ലാം കൃഷിയുള്ളതുകൊണ്ട് അവിടെ സൈസ് പയറുണ്ട്. നമ്മുടെ ഒരു വൻപയർ പൊളിച്ചിട്ടെടുക്കുന്നത്. അത് ഞാൻ പക്ഷെ ആ പയർ ജീവിതത്തിൽ ആദ്യം കാണും. ഒരു പയറാണ് മറ്റേ അച്ചിങ്ങാപ്പയർ പോലെ അത്രയില്ല. അതിൻ്റെ ഒരു കുറച്ച് നീളമൊക്കെ ആയിട്ടൊരു അത് ആ പയറെന്തായെന്ന് പറയും ഇവർ കാലത്തിനകത്തിട്ടിട്ട് മൊത്തത്തിൽ ആ പയർ ഫുള്ളായിട്ടിട്ട് പുഴുങ്ങിയിട്ട് അതിനകത്ത് ഉപ്പിട്ടിട്ടാണ് പുഴുങ്ങുന്നത്. എന്നിട്ട് അത് എടുത്തിട്ട് അതിൻ്റെ അരി മാത്രമാണ് തിന്നുന്നത്. പയർ മൊത്തം തിന്നത്തില്ല, അതിനകത്ത് അരി മാത്രം. അയ്യോ അതിൻ്റെ കഷ്ടപ്പാടാന്ന് പറയും തിന്നാൻ. അതും വിശന്ന് കുടൽ കഴിച്ചിരിക്കുമ്പോൾ ഈ സാധനം കുറേ കൊണ്ട് വെച്ചിട്ടുണ്ട്. പക്ഷെ അത് തിന്നണമെങ്കിൽ വലിയ പാടാണ്, പഠിക്കണം. എത്ര വർഷം മുമ്പാണെന്നറിയോ? ഏകദേശം ഒരു അല്ല ഞങ്ങൾ അവിടെ വെച്ചാൽ പരിചയപ്പെടുന്നത് ആദ്യം. ഇവൻ്റെ ബന്ധുക്കാരുണ്ട് ഇവിടെ, ഇവൻ്റെ റിലേഷനുണ്ട് ഇവിടെ. അത് വെച്ചിട്ട് ഞങ്ങൾ ഇവനെ മാത്യുവിനറിയാം. അങ്ങനെ ഇവൻ്റെ വീട്ടിൽ പോകുന്നത്. പക്ഷേ ഇവൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ ഇവൻ അവിടെ ഇല്ല. ഇവൻ്റെ ചേട്ടനെ നമ്മളെ എല്ലാം കൊണ്ടുപോയി ഇവൻ്റെ ചേട്ടൻ ഫുഡൊക്കെ മേടിച്ച് അല്ല ഇതൊക്കെ തരും. ഇവൻ്റെ വീട്ടിൽ ചേട്ടനേ ഉള്ളൂ. ചേട്ടനും അമ്മയൊക്കെ ഉണ്ട് ഇവൻ്റെ. അവരാണ് നമുക്ക് ഈ ഫുഡൊക്കെ ഉണ്ടാക്കി തരുന്നത്. എന്നിട്ട് കുളിക്കാൻ പോകുന്ന വലിയ കിണറിനകത്തോട്ട് ചാടുക. ഫോട്ടോ ഉണ്ടായിരുന്നു അതെല്ലാം. അതൊക്കെ പോയി ഇപ്പം എന്ത് ചെയ്യണം. അവിടെ ഉണ്ടത്. ആ ജയകുമാറിന് അടുത്ത് പോയത് അവിടെ ഉണ്ട്. ഇത് വേറെ സൈസ് കിണറാ. ഇത് പക്ഷേ ഈ വട്ടത്തിലുള്ളതല്ലായിരുന്നു. അവിടെ എവിടെ തമിഴ്നാട്ടിൽ ഫുള്ള് ഇറങ്ങുന്ന കിണറുകൾ ഇങ്ങനെ കൃഷിക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടേക്കുക. അതിനകത്ത് നമുക്ക് അതിനകത്ത് തന്നെ ഇവർ കുളിക്കുന്നതും അരക്കുന്നതും ഒക്കെ. അത് കൃഷിക്ക് വേണ്ടിയുള്ളതാ. കുമളി അറിയത്തില്ല ഇതുവരെ. എവിടെയോ ദൂരയാത്ര കഴിഞ്ഞ് പോയോ? പെങ്ങളെ വീട് വരെ പോയതാ. എവിടെ? ചേനപ്പാട്. അവിടെ പോയിട്ടാണോ? അവിടുന്ന് കോട്ടയം വണ്ടി കൊണ്ടോ? അല്ല അവിടുത്തെ അവരുടെ വണ്ടി കൊണ്ട്. ആ കോട്ടം പോയതാ. അവരുടെ വണ്ടി കൊണ്ട് പാസ്പോർട്ട് ഓഫീസ് വരെ. കണ്ടോ? പിന്നെ സങ്കടമില്ലേ? കൂട്ടക്കരച്ചില്ലായിരുന്നു. ഇതോടെ പോയതാ രണ്ടുപേരും കൂടെ. ഇവളവിടെ കുടിമറ്റം പോയ. അപ്പൊ പോയ രാവിലെ പോയായിരിക്കും. രാവിലെ അല്ല ഇന്നലെ വന്ന് നടന്നപ്പോ 5 മണിയായി. അല്ല ലൈറ്റ് ഞാൻ ഓഫ് ചെയ്തിട്ട് പണി നടക്കുക.
പൊന്നേ വെള്ളം തന്നെ കുടിക്കാം. പൊന്നെ കാണിച്ചു തരാൻ വേണ്ടി അവളോട് ചെയ്തത്. നീ ഓനോട് വെയിൽ വരുമ്പോൾ നോക്കാന്നോട്ട് നോക്കിയോ നീ? ഇല്ല. ആ പറഞ്ഞ പോലെ വന്നേ വന്നുള്ളൂ. അതിൽ കൂടുതലൊന്നും